ഫ്രണ്ട്സ്, നമ്മൾ എന്ത് കറി ഉണ്ടാക്കിയാലും നമ്മൾ അതിൻ്റെ കൂടെ തൈര് ഒരു സ്പെഷ്യൽ കറിയായിട്ട് ഉണ്ടാക്കാറുണ്ട്. തൈര് കാച്ചിയതോ അല്ലെങ്കിൽ കാച്ചാത്തതോ വൈറ്റ് തൈരായിട്ട് നമ്മൾ കഴിക്കാറുണ്ട്. ഈ തൈരിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് തോന്നുന്നത്, തൈരിൽ നമ്മൾ എന്ത് വെജിറ്റബിൾ ഇട്ട് ഉണ്ടാക്കിയാലും അല്ലെങ്കിൽ വെജിറ്റബിൾ ഒന്നും ഉണ്ടാക്കാതെ തന്നെ വെറുതെ ഒന്ന് കാച്ചിയെടുത്താലും നമുക്ക് വെറുതെ കഴിക്കാം. പിന്നെ ഒരു അച്ചാറും കൂടി ഉണ്ടെങ്കിൽ ആർഭാടമായി, നമുക്ക് ചോറുണ്ടാൻ വേറെ ഒന്നും വേണ്ട. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും തൈര് കറി ഒന്നുമില്ലെങ്കിലും തൈര് കറി ഉണ്ടാക്കാൻ വളരെയധികം ശ്രമിക്കാറുണ്ട്. ഈ വീഡിയോ കുറേ നാൾ മുമ്പ് എടുത്ത വീഡിയോ ആണ്. നമുക്ക് കുറേ പൂക്കളൊക്കെ ഗിഫ്റ്റായിട്ട് പല ഫ്രണ്ട്സും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ഈ ചെടികളും പൂക്കളൊക്കെ വളരെയധികം ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇപ്പോൾ ആര് വന്നാലും പൂക്കളും ചെടികളൊക്കെ ഇവിടെ കൊണ്ടുവരാറുണ്ട്. ഈ റോസാപ്പൂക്കൾ മാത്രം, റോസാപ്പൂ അതുപോലെ ഓർക്കിഡും അതെ, രണ്ടും ഞാൻ വാങ്ങിച്ചിട്ട് അതെനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ അതിൻ്റെ കെയറൊന്നും വലിയ കാര്യമായിട്ട് അറിയില്ല. ഈ അടുത്ത് ഞാൻ കോസ്കോയിൽ പോയപ്പോൾ എനിക്കൊരു റോസാ ചെടി കിട്ടി. അങ്ങനെ റോസാ ചെടി ഞാനത് നിലത്ത് മണ്ണിൽ നട്ടിട്ടുണ്ട്. എന്തായാലും സമ്മറിൽ മാത്രമേ അത് നിൽക്കുള്ളൂ. അപ്പോൾ വിൻ്റർ ആകുമ്പോഴേക്ക് എടുത്ത് മാറ്റി വെക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സോബീസിൽ പോയിട്ടുണ്ടായിരുന്നു. ഈ വഴിയിലൊക്കെ കാണുന്ന വീടുകളുണ്ടല്ലോ, ഈ വീടുകളൊക്കെ 100 വർഷമൊക്കെ പഴക്കമുള്ള വീടുകളാണ് കേട്ടോ. പിന്നെയാണെങ്കിൽ മരം കൊണ്ടാണിത് ഫുള്ള് ഉണ്ടാക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇത് ഇത്ര വർഷമൊന്നും നിൽക്കില്ല എന്തായാലും. എനിക്ക് തോന്നുന്നു തണുപ്പ് ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെ വീടുകളൊക്കെ നിൽക്കുന്നത്. ഞങ്ങൾ താമസിക്കുന്ന ഈ സ്ഥലത്ത് 3 സോബീസ് ഉണ്ട്. അത് 2 റീറ്റെയിൽ ഷോപ്പാണ്, പക്ഷെ ഒരെണ്ണം ഹോൾസെയിൽ ഷോപ്പാണ്. ആ ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് നമുക്ക് ബൾക്കായിട്ട് സാധനങ്ങൾ വാങ്ങിക്കാം. അപ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് ബൾക്കായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ടി വരുമ്പോൾ നമ്മൾ ഹോൾസെയിൽ സോബീസിൽ പോവാറുണ്ട്. ഇവിടെയാണെങ്കിൽ നിറച്ച് ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നിറയെ ചെടികൾ നല്ല ഓഫേഴ്സിനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ സമ്മർ തീരാറായതുകൊണ്ട് തന്നെ. പിന്നെ നമ്മൾ ഇവിടെ വരുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം കേക്ക് വാങ്ങിക്കാനാണ്. ഇവിടെ വന്നപ്പോൾ ഫുട്ബോൾ തരംഗത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഫുട്ബോളിൻ്റെ കുറേ സാധനങ്ങൾ നമ്മളിവിടെ കണ്ടു. മെസ്സിയുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് കുറേയധികം ഡെക്കറേഷൻസ് ഒക്കെ കണ്ടിരുന്നു. മെസ്സിയുടെ ആരാധകർക്കൊക്കെ ഇത് കാണുമ്പോൾ വലിയ സന്തോഷമാവും. പിന്നെ നമ്മളാണെങ്കിൽ പോയത് ഹോൾസെയിൽ ഷോപ്പിലേക്കാണ്. അപ്പോൾ ഹോൾസെയിൽ ഷോപ്പ് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. ഹോൾസെയിൽ ഷോപ്പിൽ പോകുമ്പോൾ ബൾക്കായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നതാണ് നമുക്ക് ലാഭകരം. പിന്നെ കോസ്കോലെ പോലെ നമുക്ക് കാർഡുകളൊന്നും പ്രത്യേകിച്ച് ആവശ്യമില്ല. ഇവിടെ നമ്മളും കൂടുതൽ വരാറ് ഒലീവ്സ് അതുപോലെ ജലപ്പീനോ ഒക്കെ ബൾക്കായിട്ട് വാങ്ങിക്കാനാണ്. ഇവിടെ നമുക്ക് നമ്മുടെ നാട്ടിലെ പോലെ കാന്താരിയോ അല്ലെങ്കിൽ നമ്മുടെ എരിവുള്ള മുളകൊന്നും അങ്ങനെ കിട്ടാൻ വഴിയില്ല. അപ്പോൾ ജലപ്പീനോ എന്തെങ്കിലും സാലഡിൻ്റെ കൂടെ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒനിയൻ്റെ കൂടെ വെറുതെ ഈ ഒരു ജലപ്പീനോ ചേർക്കാം. ഈ ജലപ്പീനോ ഓൾറെഡി വിനാഗിരിയിൽ ഇട്ട് വെച്ചിരിക്കുന്ന കാരണം കൊണ്ട് തന്നെ പുളി ഉണ്ടാവും, അതുപോലെ ഉപ്പുണ്ടാവും, അതുപോലെ എരിവുണ്ട്. ഫ്രഷ് കണ്ടാൽ ശരിക്കും ബജി മുളകിൻ്റെ പോലെ ഇരിക്കും. ഞങ്ങൾ പ്രാവശ്യം ഇതുപോലെ തെറ്റി വാങ്ങിച്ചിട്ട് ബജി ഉണ്ടാക്കി, ഭയങ്കര എരിവായിരുന്നു. റെഡ് കളർ ആവുന്നതിന് മുമ്പ് തന്നെ വിനാഗിരിയിൽ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. ഫ്രഷ് വാങ്ങിക്കുന്നതിനേക്കാളും ലാഭവും രുചിയും ഇങ്ങനെ വാങ്ങിക്കുന്നതാണ്. $12 ഉള്ളൂ ഈ ഒരു ബോട്ടിലിന്.